നമസ്കാരം, ഗുരുജിയോടൊപ്പം കറണ്ട് അഫയർ സീരീസിലേക്ക് സ്വാഗതം. നമുക്കിന്നേ പ്രധാന കറണ്ട് അഫയേഴ്സും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നമുക്ക് പരീക്ഷയ്ക്ക് തെറ്റിപ്പോകുന്ന കാര്യങ്ങളും എന്താണെന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ. ആദ്യം വനിതകളെ കുറിച്ച് പറയാം അല്ലേ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷൻ അറിയോ? വനിതകളാണ് അല്ലേ. വനിതകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് വനിതാ കമ്മീഷൻ ഉണ്ടായത് അല്ലേ. അപ്പൊ ഒരു പുരുഷനുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ വിജയ ആർക്കായിരിക്കും? സാധാരണ വനിതയ്ക്കായിരിക്കും അല്ലേ. അപ്പം വിജയ അല്ലേ, വിജയ കിഷോർ രഹത്കർ. പുരുഷന്മാരെ കാര്യം പോയി അല്ലേ. വിജയ കിഷോർ രഹത്കർ എത്രാമത്തെ ആളാണ്? വനിതകളല്ലേ, പുരുഷനും അല്ല വനിത അല്ല. ആലോചിച്ചാൽ 9 എന്ന് നമ്മൾ പറയാം അല്ലേ. 9ാമത്തെ ആള്. അപ്പൊ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷനാണ് വിജയ കിഷോർ രഹത്കർ. ഓക്കെ, ആദ്യ അധ്യക്ഷന് അറിയോ? ആരാ? ജയന്തി പട്നായിക്. നമുക്കറിയാം ആദ്യ അധ്യക്ഷൻ ജയന്തി പട്നായിക്. വനിതാ കമ്മീഷൻ രൂപം കൊണ്ടതെന്നാ? 1993 ഒക്ടോബർ. നിങ്ങൾ ഏതിലോട്ട് പോയി? മനുഷ്യാവകാശ കമ്മീഷനിലോട്ട് അല്ലേ. ഇത് വനിതാ കമ്മീഷനാണ്. 1992 വനിതകളാണ് ആദ്യം ഒന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ വിവരാവകാശത്തിനും ഈ മനുഷ്യാവകാശത്തിനൊക്കെ മുന്നിൽ വരണം. അപ്പൊ 92 ആദ്യത്തെ മാസമാണ് ജനുവരി 31. അപ്പൊ വനിതാ കമ്മീഷൻ രൂപം കൊണ്ടതെന്നാണ് 92 ജനുവരി 31. ആസ്ഥാനം അറിയാലോ? നിർഭയ ഭവൻ. അതും അറിയാം. പ്രസിദ്ധീകരണം അറിയാലോ? രാഷ്ട്ര മഹിള. ഇനി ദേശീയ വനിതാ കമ്മീഷൻ അംഗത്തിന്റെ ചെയർപേഴ്സന്റെ കാലാവധി അല്ലെങ്കിൽ അംഗങ്ങളുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. മൊത്തം എത്ര അംഗങ്ങളുണ്ട്? മൊത്തം 6 അംഗങ്ങളുണ്ട്. അംഗങ്ങള് 6 പ്ലസ് മെമ്പർ സെക്രട്ടറി. ഓക്കെ, മൊത്തം എത്രയാണ്? മൊത്തം അംഗങ്ങളെ ചോദിച്ചാൽ 6 പ്ലസ് ആരൂടെ ഉണ്ടെന്ന് പഠിച്ചു വയ്ക്കാം. മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു അംഗവും കൂടെ ഉണ്ട്. ഇവരെ നിയമിക്കുന്നത് നീക്കം ചെയ്യുന്നതൊക്കെ ആരായിരിക്കും? അവിടെയാണ് തെറ്റ് വരുന്നത് കേട്ടോ. ശ്രദ്ധിച്ചോളാം. കേന്ദ്ര സർക്കാരാണ്. ബാക്കി എല്ലാ രാഷ്ട്രപതിയൊക്കെ നമ്മൾ പഠിക്കും. ഇവിടെ വനിതാ കമ്മീഷനിലാകുമ്പോൾ അവർക്ക് പ്രത്യേക പ്രാധാന്യം കൊടുക്കണം. അപ്പൊ ആരാണ്? കേന്ദ്ര സർക്കാർ. ഇത്ര കാര്യങ്ങളുള്ളൂ. അപ്പൊ ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ആണ് വിജയ കിഷോർ രഹത്കർ. വനിതാ കമ്മീഷൻ രൂപം കൊണ്ടത് 1992 ജനുവരി 31. ആസ്ഥാനം നിർഭയ ഭവനാണെന്ന് പറഞ്ഞു. പ്രസിദ്ധീകരണം രാഷ്ട്ര മഹിള എന്ന് പറഞ്ഞു. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണോ പറഞ്ഞു. മൊത്തം അംഗങ്ങൾ 6 പ്ലസ് മെമ്പർ സെക്രട്ടറി. അതായത് 5 അംഗങ്ങളും ഒരു ചെയർമാനും അങ്ങനെ 6 പിന്നെ മെമ്പർ സെക്രട്ടറി. ക്ലിയർ ആണല്ലോ. ദേശീയ വനിതാ കമ്മീഷനിലെ അംഗമായ ആദ്യ പുരുഷനെ ചോദിച്ചാൽ അലോക് റാവത്ത്. അതും അറിയാം. ഇനി സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി അല്ലേ. വനിത സതി അനുഷ്ഠിച്ചിരുന്നത് ആരാണ്? വനിതകളാണ് അല്ലേ. പി സതീദേവി. അപ്പൊ കേരളത്തിന്റെ കാര്യത്തിൽ അത് ആലോചിച്ചാൽ മതി. സതി ഒരു ചെറിയ പ്രദേശത്ത് ഒതുങ്ങിയുന്ന കാര്യമല്ലേ, ഇന്ത്യയുടെ ഒരു ചെറിയ പ്രദേശങ്ങളിലൊക്കെ. അപ്പൊ സതീദേവി. അപ്പൊ സതി ആലോചിച്ചാൽ മതി. അപ്പൊ സംസ്ഥാന വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആണ് ആര്? പി സതീദേവി. ആദ്യത്തെ ആളറിയാലോ? സുഗതകുമാരി ടീച്ചർ. സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപം കൊണ്ടതെന്നാ? 96 മാർച്ച് 14. നമുക്കിത് അറിയാമെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ കൺഫ്യൂഷൻ വരും അല്ലേ. 96 മാർച്ച് 14. ആസ്ഥാനം തിരുവനന്തപുരം. നമുക്കറിയാം അല്ലേ. കാലാവധി 5 വർഷം. വനിതകളാണ്. കേരളത്തിലോട്ട് വരുമ്പോൾ നമുക്ക് വനിതകൾക്ക് കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അല്ലേ. 2 വർഷം വീതം കൂട്ടി കൊടുക്കുക അല്ലേ. അപ്പൊ 3 എന്നുള്ള എന്തായി? 5ആയി. 65 വയസ്സെന്നുള്ള എത്രയായി? 67 വയസ്സായി. 2 വർഷം കൂടെ കാലാവധി അല്ലേ. വയസ്സും കൂട്ടി കൊടുത്തു, കാലാവധിയും കൂട്ടി കൊടുത്തു. ഓക്കെ, അപ്പൊ കേന്ദ്രത്തിലാണെങ്കിൽ വനിതാ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. അത് സംസ്ഥാനത്തിലോട്ട് വരുമ്പോൾ 5 വർഷം അല്ലെങ്കിൽ 67 വയസ്സ്. ഇവരെ നീക്കം ചെയ്യുന്നത് നിയമിക്കുന്നതൊക്കെ ആര് തന്നെയാണ്? കേരള സർക്കാരാണ് അല്ലെ. അല്ല സോറി, സംസ്ഥാന സർക്കാർ. കേരളത്തിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. സംസ്ഥാന സർക്കാർ. അംഗങ്ങൾ അല്ല, മൊത്തം 5 പേര് പ്ലസ് മെമ്പർ സെക്രട്ടറി. ഒരു ചെയർപേഴ്സൺ, 4 അംഗങ്ങളും പിന്നെ മെമ്പർ സെക്രട്ടറി. അപ്പൊ അംഗങ്ങളെ ചോദിച്ചാൽ 5 പേരെന്ന് പറയുക, പിന്നെ പ്ലസ് എന്ത്? മെമ്പർ സെക്രട്ടറി എന്ന് പറയുക. ക്ലിയർ ആണല്ലോ. ഇതിൽ കൺഫ്യൂഷൻ വരുന്ന അംഗങ്ങളുടെ കാലാവധി പറയും അല്ലെ. കാലാവധി കേന്ദ്രത്തിൽ വരുമ്പോൾ 365, സംസ്ഥാനത്ത് വരുമ്പോൾ 567 വരും അല്ലെ. അംഗങ്ങളും കൺഫ്യൂഷൻ വരും. കേന്ദ്രത്തിൽ വരുമ്പോൾ 6 അംഗങ്ങളും മെമ്പർ സെക്രട്ടറിയും, സംസ്ഥാനത്തിലോട്ട് വരുമ്പോൾ 5 അംഗങ്ങളും മെമ്പർ സെക്രട്ടറി. ക്ലിയർ ആണല്ലോ. ഇനി
അടുത്ത ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇനി മനുഷ്യാവകാശത്തിന്റെ കാര്യത്തിലോട്ട് വരികയാണ്. ഇപ്പോഴത്തെ നിലവിലെ അധ്യക്ഷൻ മനുഷ്യനാണ് വി രാമസുബ്രഹ്മണ്യൻ. അതും 9ാമത്തെ ആളാണ് കേട്ടോ. രാമനും സുബ്രഹ്മണ്യനും മനുഷ്യനായിരുന്നു എന്ന് ആലോചിക്കുക കേട്ടോ. വി രാമസുബ്രഹ്മണ്യൻ. ആദ്യത്തെ ആളെ നമുക്കറിയാലോ, മനുഷ്യാവകാശ കമ്മീഷന്റെ രംഗനാഥ മിശ്ര. മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതാണ് നേരത്തെ പറഞ്ഞത് 93 ഒക്ടോബർ 12. 93 ഒക്ടോബർ 12. ആസ്ഥാനം നമുക്കറിയാം മാനവ് അധികാർ ഭവൻ. മാനവ് അധികാർ ഭവൻ. ഓക്കെ. കാലാവധി 565 അല്ല 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. മനുഷ്യാവകാശം ഇതാണ് നമുക്ക് തെറ്റിപ്പോണം. സ്റ്റേറ്റ്മെന്റിൽ വരുമ്പോ തെറ്റിപ്പോകും കേട്ടോ. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. അംഗങ്ങൾ 6 പേര്. അംഗങ്ങൾ 6 പേര്. ചെയർമാനും 5 അംഗങ്ങൾ. അപ്പൊ അംഗങ്ങൾ ആകെ എത്രയാണ്? 6 പേര്. പിന്നെ ഇതിൽ പ്രധാനമായി ഓർത്തിരിക്കേണ്ട എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറഞ്ഞ ഒരു 7 പേരുണ്ട്. അങ്ങനെ ആകെ എത്ര പേരുണ്ട്? 13 പേരുണ്ട്. ഓക്കെ. അംഗങ്ങൾ 6 പ്ലസ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ 7 പേര് അല്ലേ. ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച അന്ന് പലരുടെ മാർക്ക് പോയാണ്. മനുഷ്യാവകാശ കമ്മീഷനിലെ എന്നിട്ട് ചെയർമാന്റെ പേര് ചെയർമാൻ എന്നൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥ, അതായത് അഡ്മിനിസ്ട്രേഷന്റെ തലവൻ സെക്രട്ടറി ജനറൽ ആണ് കേട്ടോ. സെക്രട്ടറി ജനറൽ. ക്ലിയർ ആണല്ലോ. അപ്പൊ മനുഷ്യാവകാശ കമ്മീഷനിൽ കാര്യനിർവഹണം അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ തലവൻ ആയിരുന്നു ചോദിച്ചത് ആരാണ്? സെക്രട്ടറി ജനറൽ. മലയാളിയായ ആദ്യ ചെയർമാൻ ആരായിരുന്നു? കെ ജി ബാലകൃഷ്ണൻ. ആരാണ്? കെ ജി ബാലകൃഷ്ണൻ അല്ലെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ വനിത ഫാത്തിമ ബീവി അല്ലെ. ഈ ഫാത്തിമ ബീവിയെ കുറിച്ച്, ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ച് നീതിയുടെ ധീരസഞ്ചാരം എന്നൊരു പുസ്തകം എഴുതിയ ഒരാളുണ്ട് അല്ലേ. നീതിയുടെ ധീരസഞ്ചാരം ഫാത്തിമ ബീവിയെ കുറിച്ച് എഴുതിയാണ്. കെ ടി അഷറഫ്. നീ കൊള്ളാണ്. കെ ടി അഷറഫ്. ബുക്കിന്റെ പേരെന്താണ്? നീതിയുടെ ധീരസഞ്ചാരം. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ സുബ്രഹ്മണ്യൻ. ആസ്ഥാനം എവിടെയാണ്? മാനവ അധികാർ. കാലാവധി മറക്കല്ലേ, 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. അംഗങ്ങൾ എത്രയാണ്? ഇവരെ കൂട്ടത്തിൽ പിന്നെ 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥനെ ചോദിച്ചാൽ സെക്രട്ടറി ജനറൽ ആണ്. ക്ലിയർ ആണേ. ശരി. അടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാനം കേരളത്തിലോട്ട് വാ. ഇപ്പോഴത്തെ ആരാ? അലക്സാണ്ടർ തോമസ്. ആരാണ്? അലക്സാണ്ടർ തോമസ്. കേരളത്തില് മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊണ്ടത് നിലവിൽ വന്നു 98 ഡിസംബർ 11. 98 ഡിസംബർ 11. കാലാവധി അവിടെ കേന്ദ്രത്തിലെ പോലെ തന്നെയാണ് കേരളത്തിൽ 3 വർഷവും 7 വയസ്സ്. അംഗങ്ങള് മാറ്റമുണ്ട്. 3 പേരാണ്. 1 പ്ലസ് ചെയർമാൻ അല്ല, 1 ചെയർമാൻ ഒരാളും പിന്നെ 2 അംഗങ്ങൾ. അപ്പൊ ആകെ എത്ര അംഗങ്ങൾ? 3 പേര്. ക്ലിയർ ആണല്ലോ. ഇതിൽ തെറ്റിപ്പോയുള്ള കാര്യം അംഗങ്ങൾ എത്രയെന്ന് ചോദിച്ചാൽ അല്ലെ. കേന്ദ്രത്തിൽ വരുമ്പോ 6 പേരും സംസ്ഥാനത്ത് വരുമ്പോൾ 3 പേരാണ്. കേരളത്തിൽ വരുമ്പോൾ 3 പേരുമാണ് ഉള്ളത്. ക്ലിയർ ആണല്ലോ. അടുത്ത് വിവരാവകാശ കമ്മീഷനോട് നോക്കാം. ഇപ്പൊ നിലവിലെ വിവരാവകാശ കമ്മീഷൻ ആരാ? കമ്മീഷണർ. വിവരം ഉണ്ടാകണം അല്ലേ. ഈ സമരം ചെയ്യണവർക്ക് വിവരം ഉണ്ടാകണമെന്നുണ്ടാ ഉണ്ടോ? ഒരു ചോദ്യമാണ്. വിവരമുള്ളവർ സമരം ചെയ്യാൻ പോവോ എന്ന് ആലോചിച്ചിരുന്നത് കേട്ടോ. ഹീരലാൽ സമരിയ. അപ്പൊ വിവരാവകാശ കമ്മീഷൻ അധ്യക്ഷനാണ് ഹീരലാൽ സമരിയ. ആദ്യ അധ്യക്ഷൻ വിവരാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ നമ്മുടെ ഇക്കായാണ്, വജാഹത്ത് ഹബീബുള്ള. ആരാണ്? വജാഹത്ത് ഹബീബുള്ള. ഇനി വിവരാവകാശ കമ്മീഷൻ ദേശീയ തലത്തിൽ നിലവിൽ വന്ന എന്നറിയാലോ? 2005 ഒക്ടോബർ 12. 2005 ഒക്ടോബർ 12. ആസ്ഥാനം വിവരാവകാശ കമ്മീഷന്റെ ന്യൂഡൽഹി തന്നെ. ന്യൂഡൽഹി. CIC ഭവനാണ്. ഏതാണ്? CIC ഭവൻ. CIC ഭവൻ. അംഗങ്ങൾ വിവരാവകാശത്തിലെ 6 അംഗങ്ങൾ അല്ല 10 അംഗങ്ങൾ. ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കവിയാത്ത അംഗങ്ങൾ. എത്ര വരെ ആവാം?
10 വരെ ആവാം. അപ്പൊ ആകെ എത്ര വരെ ആവാം? 11 പേര് വരെ ആകാം. സാധാരണഗതിയിൽ 7 to 11 ഒക്കെയാണ് ആളുകൾ വരുന്നത് കേട്ടോ. അപ്പൊ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കവിയാത്ത അംഗങ്ങൾ. ഇവരുടെ കാലാവധി അതാണ് 6 വർഷം. അത് 3 വർഷം അല്ലെങ്കിൽ 65 വർഷം. തിരിഞ്ഞു പോലെ 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ക്ലിയർ ആണേ, മറക്കല്ലേ. എത്ര കാലാവധി എത്രയാ? 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഓക്കെ, ഇനി ഒരു കറണ്ട് അഫയേഴ്സ് നോക്കിയോ. ഗോവയിൽ വിവരാവകാശ കമ്മീഷണറായ മലയാളി അരവിന്ദ് കുമാർ എച്ച് നായർ. അരവിന്ദ് കുമാർ എച്ച് നായർ. ചോദ്യം എന്താണ്? ഗോവയിൽ വിവരാവകാശ കമ്മീഷണറായ മലയാളി. വിവരാവകാശ കമ്മീഷണർ. ഇനി കേരളത്തിലോട്ട് വരാം. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ വി ഹരി നായർ. ആരാണ്? വി ഹരി. ആദ്യത്തെ ആളറിയാലോ, പാലാട്ട് മോഹൻദാസ്. ആരാണ്? പാലാട്ട് മോഹൻദാസ് അല്ലെ. കേരളത്തിൽ രൂപീകൃതമായതെന്നാ 5 ഡിസംബർ 19. 2005 ഡിസംബർ 19. കേരളത്തിലും അംഗങ്ങൾ ഒരു ചെയർമാനും 10 കൂടാത്ത അംഗങ്ങൾ. ക്ലിയർ ആണല്ലോ, 10 കൂടാത്ത അംഗങ്ങൾ. കാലാവധി അത് തന്നെയാണ്, 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഓക്കെ, ഈ 3 കമ്മീഷനുമാണ് നമുക്ക് പ്രധാനമായിട്ട് തെറ്റിപ്പോണം. ആദ്യം നമ്മൾ പറഞ്ഞ ഏതാണ്? വനിതാ കമ്മീഷൻ. വനിതാ കമ്മീഷന്റെ കാലാവധി കേന്ദ്രത്തിലാണ് 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. അത് സംസ്ഥാനത്തിലോട്ട് വരുമ്പോ 5 വർഷം 67 വയസ്സ്. പിന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേന്ദ്രത്തില് 3 വർഷം 70 വയസ്സ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. മനുഷ്യാവകാശ കമ്മീഷൻ അല്ലേ, മനുഷ്യർക്ക് കുറച്ച് പരിഗണന കൊടുത്തൂടെ? ഇപ്പൊ 3 വർഷം എന്നുള്ള ഒരു 5 വർഷം കൊടുത്തു, 70 വയസ്സാക്കി. ക്ലിയർ ആണല്ലോ. അത് സ്റ്റേറ്റിലേക്ക് വരുമ്പോ 3 വർഷവും 70 വയസ്സാണ് അല്ലേ. പിന്നെ ദേശീയ വിവരാവകാശ കമ്മീഷൻ കാലാവധി 3 വർഷം 65 വയസ്സ്. 3 വർഷവും 65 വയസ്സ്. സ്റ്റേറ്റിൽ വരുമ്പോ എങ്ങനെയാണ്? 3 വർഷവും 65 വയസ്സ്. പിന്നെ ദേശീയ വനിതാ കമ്മീഷനിലെ അംഗങ്ങൾ വനിതാ കമ്മീഷനിൽ 6 പ്ലസ് മെമ്പർ സെക്രട്ടറി. 6 പേരും മെമ്പർ സെക്രട്ടറി അല്ലെ. അത് സംസ്ഥാനത്തിലോട്ട് വരുമ്പോൾ 5 പ്ലസ് മെമ്പർ സെക്രട്ടറി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ 6 പേര്. 5 പ്ലസ് 1 പ്ലസ് എന്തുണ്ട്? എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ 7 പേരുണ്ട് അല്ലേ. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര പേര്? 3 പേര്. 2 പ്ലസ് 1 ചെയർമാൻ. 2 പ്ലസ് 1 ചെയർമാൻ, മൊത്തം 3 പേര്. ഇനി ദേശീയ വിവരാവകാശ കമ്മീഷൻ ആകെ അംഗങ്ങൾ മൊത്തം 11 പേര്. അതിൽ 11 വരെ ആകാം. അതായത് ഒരു ചീഫ് കമ്മീഷണറും 10 കവിയാത്ത അംഗങ്ങൾ. 10 കുറയാത്തല്ല, 10 കവിയാത്ത, 10-നേക്കാളും കൂടിക്കൂടാ കേട്ടോ. ശരി, അടുത്ത സംസ്ഥാനത്തിലോട്ട് വരുമ്പോ അത് തന്നെയാണ് അല്ലേ. ഒരു ചീഫ് കമ്മീഷണറും പിന്നെ ആരാണ്? 10 കവിയാത്ത അംഗങ്ങളും. ക്ലിയർ ആണ്. 3 കമ്മീഷൻ സെറ്റായി. അടുത്ത് സിമ്പിളാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാ? രാമകൃഷ്ണ ഗവായ്. ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. BR ഗവായ് എന്ന് പറയും. എത്രാമത്തെയാണ്? 23. അടുത്തെത്തി 27. അപ്പോ 52ാമത്തെ. എത്രയാണ്? 52ാമത്തെ കേട്ടോ. നിങ്ങളൊരു 6 വർഷം കൂടെ കഴിയുമ്പോൾ കിട്ടും കേട്ടോ. 52ാമത്തെയാണ്. അപ്പൊ മുമ്പുള്ളായിരുന്നെങ്കിൽ 51ാമത്തെ കൂടെ പഠിക്കണം കേട്ടോ. ഇത് പഠിക്കുമ്പോൾ 51ാമത്തെ കൂടെ പഠിക്കണം. ആരാ? സഞ്ജീവ് ഖന്ന. ആരാണ്? സഞ്ജീവ് ഖന്ന ആയിരുന്നു. ഇപ്പൊ 51ാമത്തെ. ഇപ്പോഴത്തെ ഒരു 52ാമത്തെയാണ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ് എന്നാണ് പേര്. ഓക്കെ, ആദ്യത്തെ ആരാ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഹരിലാൽ ജെ കനിയ. ആരാണ്? ഹരിലാൽ ജെ കനിയ. രാവിലെയൊക്കെ ആയോണ്ടായിരിക്കും അല്ലേ. ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ഹരിലാൽ ജെ കനിയ. ഓക്കെ, പഴയ ഒരു ക്വസ്റ്റ്യൻ ഓർമ്മിപ്പിക്കട്ടെ. സുപ്രീം കോടതിയുടെ പിൻകോഡ് 11. 30 പിന്നെ 1. ഓക്കെ, പഴയൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സുപ്രീം കോടതിയുടെ പിൻകോഡ് 11-30-1. സുപ്രീം കോടതിയിൽ ആകെ ജഡ്ജിമാരുടെ എണ്ണം മൊത്തം 33.
34. ചീഫ് ജസ്റ്റിസും 33. അംഗങ്ങളാണ് ചാർജ് മൊത്തം 34. മൊത്തം ജഡ്ജിമാര് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 34 പേര് ഉണ്ട് അല്ലേ. ഇനി അവരുടെ കാലാവധി സുപ്രീം കോടതി ജഡ്ജിമാരുടെ കാലാവധി 5 വർഷം. അവർ സർക്കാർ സർവീസിലാണ്. സർക്കാർ സർവീസിൽ അപ്പൊ ഏജ് ലിമിറ്റ് ആണുള്ളത് 60 വയസ്സ് അല്ല 65 വയസ്സ്. സുപ്രീം കോടതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജഡ്ജിമാരുടെ കാലാവധി എത്രയാണ്? 65 വയസ്സ്. അവർക്ക് 5 വർഷം കാലാവധി ഉണ്ടോ? ഇല്ല, സർക്കാർ സർവീസിലുള്ളതാണ് കേട്ടോ. 65 വയസ്സ്. ഇനി കേരള ഹൈക്കോടതിയിലോട്ട് വരാം. നിലവിലെ ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ. ആരാണ്? നിതിൻ മധുകർ ജാംദാർ. NM ജാംദാർ എന്ന് പറയും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ കാലാവധി കുറയും. 62 വയസ്സ്. തിരിഞ്ഞു പോലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ കാലാവധി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ കാലാവധി 62 വയസ്സിൽ. ആദ്യ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കേരളത്തിന്റെ KT കോശി. ആരാണ്? KT കോശി. ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആയ വ്യക്തി സുജാത മനോഹർ. ആരാണ്? സുജാത മനോഹർ. രാവിലെ കിട്ടുന്നതെല്ലാം ഇവിടെയാണ്. സുജാത മനോഹർ. ആദ്യം മലയാളി വനിതാ ചീഫ് ജസ്റ്റിസ് KK ഉഷ. കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട് അല്ലേ? ഇത് ഓപ്ഷനിൽ വന്നാലേ കിട്ടുള്ളൂ അല്ലേ? ഓപ്ഷനിൽ വന്നാൽ എടുക്കാം. ആദ്യം മലയാളി വനിതാ ചീഫ് ജസ്റ്റിസ് ആണ് KK ഉഷ. ഇനി ഒരു ചോദ്യം, കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി. പഴയ ഒരു ക്വസ്റ്റ്യൻ ആണ്. കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി അന്ന ചാണ്ടി. ക്ലിയർ ആണല്ലേ? എന്താണ് ചോദിച്ചാൽ കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയാണ് ആര്? അന്ന ചാണ്ടി. അപ്പൊ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ കാലാവധി മറക്കൂല. 60. അത് ഹൈക്കോടതിയിലേക്ക് വരുമ്പോ 62 വയസ്സ്. ക്ലിയർ ആണ്? ശരി. അടുത്ത് റിസർവ് ബാങ്ക് ഗവർണർ നിലവിലെ സഞ്ജയ് മൽഹോത്ര. ആരാണ്? സഞ്ജയ് മൽഹോത്ര. ഓക്കെ, ഗവർണർ എന്ന് കേട്ടാങ്കിൽ കാച്ചയാണ്. ശരി, എത്രാമത്തെയാണ്? അതാണ് 26. കഷ്ടപ്പെടണ്ട കേട്ടോ. 26. റിസർവ് ബാങ്ക് ഗവർണർ എത്രാമത്തെയാണ്? 26. സഞ്ജയ് മൽഹോത്ര. അപ്പൊ 25ാമത്തെ ആളെയും പഠിക്കണം. സ്റ്റേറ്റ്മെന്റിൽ തരും 25ാമത്തെ ആള്. പിന്നെ തൊട്ട് മുമ്പുള്ള ശക്തികാന്തദാസ്. ആരാണ്? ശക്തികാന്തദാസ് അല്ലേ. ആദ്യ റിസർവ് ബാങ്ക് ഗവർണർ ഓസ്ബോൺ സ്മിത്ത് ആയിരുന്നു. ആരായിരുന്നു? ഓസ്ബോൺ സ്മിത്ത്. ഇന്ത്യക്കാരനായ ആദ്യ റിസർവ് ബാങ്ക് ഗവർണർ CD ദേശ്മുഖ്. ഏറ്റവും കൂടുതൽ കാലം റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നത് ബെനഗൽ രാമറാവു. BR റാവു അല്ലേ. കേരളത്തിൽ ബ്രാഞ്ച് ഉണ്ടോ റിസർവ് ബാങ്കിന്? റിസർവ് ബാങ്കിന്റെ ഇവിടുത്തെ ആസ്ഥാനം നെടുമങ്ങാടും കാക്കനാടും ഒന്ന് തുടങ്ങിയില്ലേ? അറിഞ്ഞില്ലേ? നെടുമങ്ങാട് കാക്കനാട് ഓരോ ബ്രാഞ്ച് തുടങ്ങി കേട്ടോ. ശരി. ഇനി റിസർവ് ബാങ്ക് സ്ഥാപിതമായതെന്നാ? 1935 ഏപ്രിൽ 1. 1935 ഏപ്രിൽ. ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരം? ഹിൽട്ടൺ യങ് കമ്മീഷൻ അല്ലെ. RBI ആക്ട് പാസ്സാക്കിയത് 1934 അല്ലെ. റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് 1949. ഏത് ജനുവരി 1? ജനുവരി 1-നാണ്. 1949 ജനുവരി 1-നാണ് അല്ലെ. റിസർവ് ബാങ്കിനെ പഠിക്കുമ്പോൾ അടുത്ത് നബാർഡിനെ കൂടെ നോക്കാം. നബാർഡ് ചെയർമാൻ അല്ലേ. നബാർഡ് എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയുള്ള? കാർഷിക ഗ്രാമ വികസന ബാങ്ക് അല്ലേ. അന്ന് നബാർഡ് ഷാജിപ്പാപ്പന് ഒരു ലോൺ കൊടുത്തിരുന്നെങ്കിൽ ഷാജിപ്പാപ്പന് ഈ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇല്ലായിരുന്നു അല്ലേ. ഷാജിപ്പാപ്പൻ അറിഞ്ഞൂടെ? ആടില്ല. ഓക്കെ, KV ഷാജിയാണ്. ഓക്കെ, നബാർഡിന്റെ ചെയർമാൻ ആരാണ്? KV ഷാജി. നബാർഡിന്റെ ആസ്ഥാനം ചോദിക്കും. മുംബൈയാണ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈയാണ്. നബാർഡ് രൂപീകൃതമായതെന്ന് 1982 ജൂലൈ 12. 1982 ജൂലൈ 12. ഇനി നബാർഡ് രൂപീകരിക്കാൻ കാരണമായ കമ്മിറ്റി ശിവരാമൻ കമ്മിറ്റി. ഓർത്തോളേ, നബാർഡ് രൂപീകരിക്കാൻ കാരണമായ കമ്മിറ്റി ശിവരാമൻ കമ്മിറ്റി. അപ്പൊ നബാർഡിന്റെ ചെയർമാൻ
അതല്ലേ ഷാജി പാപ്പനല്ല, KV ഷാജി. ആരാണ്? KV ഷാജി. ഷാജി പാപ്പൻ എന്ന് എഴുതി വെച്ചല്ലേ? ഇല്ല, ഷാജി തന്നെ. KV ഷാജി. അപ്പൊ റിസർവ് ബാങ്ക് ഗവർണർ ആരാ ഇപ്പോഴത്തെ? ഇപ്പോഴത്തെ സഞ്ജയ് സഞ്ജയ് മൽഹോത്ര. എത്രാമത്തെയാണ്? 26. അപ്പൊ 25-ാമത്തത് ശക്തികാന്ത ദാസ് അല്ലേ? ശരി. അപ്പൊ കേരളത്തില് റിസർവ് ബാങ്ക് ഉണ്ടോ? ബ്രാഞ്ച് തിരുവനന്തപുരത്തിന്റെ കേരളത്തിലെ ആസ്ഥാനമാണ് തിരുവനന്തപുരം അല്ലേ? ശരി. അടുത്ത നമ്മുടെ സുപ്രീം കോടതിയെ പറഞ്ഞില്ലേ അല്ലേ? ഇപ്പൊ 1-2 പോയിന്റ് വിട്ടുപോയി. സുപ്രീം കോടതി നിലവിൽ വന്നതെന്നാ? അത് നമ്മള് ഇത് വന്നപ്പോ തന്നെ 1950 റിപ്പബ്ലിക് ദിനത്തിന്റെ ജനുവരി തലേ ദിവസം. ക്ലിയർ ആണ്? അങ്ങനെ പഠിച്ചു വെക്കുക. സുപ്രീം കോടതി നിലവിൽ വന്നത് റിപ്പബ്ലിക് ദിനത്തിന്റെ തലേന്ന് 1950 ജനുവരി 25. സുപ്രീം കോടതിയെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാ? സുപ്രീം കോടതി ഇന്ത്യക്ക് ഒരു സുപ്രീം കോടതി ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയാം. 1, 2, 4 124 സുപ്രീം കോടതി ഉണ്ടായിരിക്കണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ 124 അല്ലേ? ഇനി വേറൊരു ചോദ്യം ചെയ്യാം. ഈ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയോട് ഉപദേശം തേടാം അല്ലേ? 143. അതറിയാം അല്ലേ? 143 കണക്ഷൻ. ഞാൻ പറയായിരുന്നേണ്. അപ്പൊ നിങ്ങൾക്കറിയാം. അപ്പൊ എല്ലാരും മനസ്സിലും ഇത് തന്നെ. രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയോട് ഉപദേശം തേടുന്ന ഏത് ആർട്ടിക്കിൾ പ്രകാരം? 143. സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് അറിയാമോ? ന്യൂഡൽഹിയിലാണ് അല്ലേ? അല്ലേ? ആ സ്ഥലത്തിനെ പറയുന്ന ആ റോഡ് പറയുമല്ലോ നമ്മൾ, പട്ടേൽ ഭവൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു റോഡ് പറയുമല്ലോ, തിലക് മാർഗാണ്. ഏതാണ്? തിലക് മാർഗ്. ഈ സുപ്രീം കോടതിക്ക് അടുത്തിടെ ഒരു പുതിയ ചിഹ്നം വന്നു, പുതിയ ഫ്ലാഗ് ഒക്കെ പ്രകാശനം ചെയ്തു. അറിഞ്ഞോ? രാഷ്ട്രപതി ദ്രൗപദി മുർമു പുതിയൊരു ഫ്ലാഗ് ഒക്കെ അല്ലെ? 75-ാം വാർഷികത്തോടനുബന്ധിച്ചാണ്. 75-ാം വാർഷികം. നമ്മളെ 49 വെച്ചാണ് അവർ കണക്കാക്കിയത്. 49 ദേശസാൽക്കരിച്ചില്ലേ? അതിനുശേഷം 75-ാം വാർഷികത്തിൽ, അതായത് 2024 കേട്ടോ. സുപ്രീം കോടതിയുടെ പതാകയുടെ നിറം ചോദിച്ചാൽ സുപ്രീം കോടതിയുടെ പതാക ചുവപ്പ്. എന്തരടേ? നീലയാണ്. സുപ്രീം കോടതിയുടെ പതാകയുടെ നിറം നീല. ആപ്തവാക്യം യഥോ ധർമ്മ തഥോ ജയ. ആ പതാകയില് ആലേഖനം ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരു വൃത്തത്തിനകത്ത്. എന്തെന്ന്? യഥോ ധർമ്മ തഥോ ജയ. അതായത് നീതി ഉള്ളിടത്ത് എന്തുണ്ട്? വിജയമുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? നീതി ഉള്ളിടത്ത് വിജയം. ഇത് കൽപ്പന ചെയ്ത്, ഈ പതാക രൂപകൽപ്പന ചെയ്ത് NIFT ഡൽഹിയാണ്. പതാക രൂപകൽപ്പന ചെയ്തത് NIFT ഡൽഹി. ക്ലിയർ ആണല്ലോ? 2024 സെപ്റ്റംബർ 1 ന്യൂഡൽഹിയിലെ ഒരു ഭാരത് മണ്ഡപത്തിൽ വെച്ചാണ് ദ്രൗപദി മുർമു എന്ത് ചെയ്തത്? ഇത് പ്രകാശനം ചെയ്തത്. സെപ്റ്റംബർ 1 2024 സെപ്റ്റംബർ 1 കേട്ടോ. ഇനി ആ പതാകയിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കാം. ഒന്ന്, അശോക സ്തംഭമുണ്ട്. അത് നിർബന്ധമായും കാണണമെന്നല്ലോ. സുപ്രീം കോടതിയുടെ കെട്ടിടമുണ്ട്. മൂന്നാമത്തത് ഇന്ത്യൻ ഭരണഘടന ഉണ്ട്. ഈ 3 കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട അതിൽ വരണം അല്ലേ? ഏതൊക്കെയാ? അശോക സ്തംഭം, സുപ്രീം കോടതി കെട്ടിടം, ഇന്ത്യൻ ഭരണഘടന. ഇത്രയും കാര്യങ്ങൾ ഉണ്ട്. ക്ലിയർ ആണേ? ഇനി ഇത് പറയണ്ടല്ലോ. അപ്പൊ സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം 65 വയസ്സ്. ഹൈക്കോടതി ജഡ്ജിയുടെ വിരമിക്കൽ 62 വയസ്സ്. നിലവിലെ സുപ്രീം കോടതി ഗവർണർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജയ് മൽഹോത്ര. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഗവായ്. ഓക്കെ. റിസർവ് ബാങ്ക് ഗവർണർ ആണെങ്കിൽ സഞ്ജയ് മൽഹോത്ര. നബാർഡ് ചെയർമാൻ KV ഷാജി. അടുത്തൊരു ഇമ്പോർട്ടന്റ്, നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ലേ? ഗ്യാനേഷ് കുമാർ. ആരാണ്? ഗ്യാനേഷ് കുമാർ. അതും 26-ാമത്തെ. ഓക്കെ. നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ. ആദ്യത്തെ ആണെങ്കിലോ? ആദ്യത്തെ സുകുമാർ സെൻ. ആദ്യത്തെ വനിത ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ വനിത VS രമാദേവി. ആരാണ്? VS രമാദേവി അല്ലെ? ഇനി ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് 1950 ജനുവരി. അതാണ് 1950 ജനുവരി 25. നമ്മൾ നേരത്തെ ഒരു തെറ്റ് പറഞ്ഞു.
സുപ്രീം കോടതി. അതാണ് തിരിഞ്ഞു പോയത്. സുപ്രീം കോടതി 1950 ജനുവരി 28 കേട്ടോ. റിപ്പബ്ലിക് ദിനം കഴിഞ്ഞ്. ജനുവരി 28 ഒരു സംശയം തോന്നി സാർ. പിന്നെ ആ ഇനി തെറ്റൂലല്ലോ. അപ്പൊ സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28. തെറ്റി പഠിക്കല്ലേ കേട്ടോ. ജനുവരി 28 ക്ലിയർ ആണ്. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് ജനുവരി 25. 1950 ജനുവരി 25. ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ 324. ഇലക്ഷൻ കമ്മീഷണർമാരുടെ കാലാവധി ഇലക്ഷൻ കമ്മീഷൻ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. 6 വർഷം അല്ലെങ്കിൽ ദേശീയ തലത്തിലാണ് കേട്ടോ. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ക്ലിയർ ആണ്. ആസ്ഥാനം നിർവാചൻ സദൻ. ആസ്ഥാനം എവിടെയാണ്? നിർവാചൻ സദൻ. അപ്പൊ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ചോദിച്ചാൽ ഗണേഷ് കുമാർ. അവരെ കൂടെ 2 കമ്മീഷണർ അല്ലെ, മൊത്തം 3 അംഗങ്ങൾ എന്നാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. ഒന്ന് സുഖ്വീർ സിംഗ് സന്ധു, വിവേക് ജോഷി. ക്ലിയർ ആണ്. അപ്പൊ ഇലക്ഷൻ കമ്മീഷണർമാർ രണ്ടുപേരുണ്ട്. ആരൊക്കെയാണ്? സുഖ്വീർ സിംഗ് സന്ധു, വിവേക് ജോഷി അല്ലെ. ഈ ഇലക്ഷൻ കമ്മീഷണർമാർക്ക് ചീഫ് ഇലക്ഷൻ കമ്മീഷണറേക്കാൾ അധികാരമില്ല. 3 പേർക്ക് ഒരാളെ ചീഫാക്കി വെച്ചിരിക്കണേ ഉള്ളൂ. ഒരേ അവകാശങ്ങളും അധികാരങ്ങളുമാണ് എന്തുള്ളത് ഉള്ളത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ആർട്ടിക്കിൾ ഇലക്ഷൻ കമ്മീഷൻ 324. ഇനി കേരളത്തിലോട്ട് വരാൻ. കേരളത്തിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാൻ. കേരള ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? എ ഷാജഹാൻ. ആർട്ടിക്കിൾ 243 ഐ എന്തിനാ പറയുന്നത്? ഫിനാൻസ് അല്ലേ. 243 കെ. കേരള ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാനും കേരള ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത് 243. സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത് 243 കെ ആണ്. ഈ കേരള ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വ്യക്തി MSK രാമസ്വാമി. അതറിയാൻ വഴിയില്ല. MSK രാമസ്വാമി. കേരള ഇലക്ഷൻ കമ്മീഷണർ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിൽ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഓർമ്മിപ്പിക്കാം. പോളിംഗ് ബൂത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ പ്രിസൈഡിംഗ് ഓഫീസറാണ്. ഒരു പോളിംഗ് ബൂത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ആരാണ്? പ്രിസൈഡിംഗ് ഓഫീസർ. തെറ്റല്ലേ? സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28 അല്ലേ. ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25. ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. അടുത്ത് ഇപ്പോഴത്തെ PSC ചെയർമാൻ അറിയാലോ. MR ബൈജു. UPSC ഇപ്പൊ മാറി. അജയ് കുമാർ. UPSC ചെയർമാൻ ആരാണ്? അജയ് കുമാർ. SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ S ഗോപാലകൃഷ്ണൻ. ആരാണ്? S ഗോപാലകൃഷ്ണൻ. SSC ചെയർമാൻ ആരാണ്? S ഗോപാലകൃഷ്ണൻ. PSC ചെയർമാൻ MR ബൈജു. UPSC ആണെങ്കിൽ അജയ് കുമാർ. SSC ആണെങ്കിൽ S ഗോപാലകൃഷ്ണൻ. ഓക്കെ. ഇനി ഒരു ചോദ്യം കേട്ടോ. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ. കേരളത്തിനും സംസ്ഥാനങ്ങൾക്കും ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 315 ഒന്നാണ്. തെറ്റു ഇല്ല. 315 ഒന്നാണ്. UPSC അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. 6. നിങ്ങൾ എന്ത് ചോദിച്ചാലും 5 തന്നെ ഉത്തരം. ഇനി മാറൂല അല്ലേ മരിക്കുന്നവരാ. UPSC അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. UPSC രൂപീകൃതമായത് 1926 കേട്ടോ. 1926 ഒക്ടോബർ 1. 1926 ഒക്ടോബർ 1. ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരം? 1924 ലോർഡ് ലീ കമ്മീഷന്റെ ശുപാർശ പ്രകാരം. ലോർഡ് ലീ കമ്മീഷൻ. UPSCയുടെ ആദ്യ ചെയർമാൻ അറിയാലോ? അറിഞ്ഞൂടാ? റോസ് ബാർക്കർ. അതറിയാം, നമ്മൾ കേട്ടിട്ടുള്ളതാണ്. UPSCയുടെ ആദ്യ ചെയർമാനാണ് റോസ് ബാർക്കർ. ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരൻ HK കൃപലാനി. നമ്മൾ വേറെ കൃപലാനിയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, അതുകൊണ്ട് പേര് JB കൃപലാനിയൊക്കെ അറിയാം. അപ്പൊ ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരനാണ് HK കൃപലാനി. അംഗമായ ആദ്യ മലയാളി. UPSCയിൽ അംഗമായ ആദ്യ മലയാളി
അടിയോടിയാണ്. KG അടിയോടി. അപ്പൊ ഇനി നമ്മൾ ഇവിടെ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ പറഞ്ഞ UPSC അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. രൂപീകൃതമായത് 1926 ഒക്ടോബർ 1. ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരം? 1924 ലീ കമ്മീഷന്റെ പ്രകാരം. ആദ്യ ചെയർമാൻ റോസ് ബാർക്കർ. ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരൻ HK കൃപലാനി. അംഗമായ ആദ്യ മലയാളിയെ ചോദിച്ചാൽ KG അടിയോടി. UGC ചെയർമാനെ പറ. UGC ചെയർമാൻ വിനീത് ജോഷി. UGCയുടെ ചെയർമാനെ ചോദിച്ചാൽ വിനീത് ജോഷിയാണ്. സെബിയുടെ ചെയർമാൻ എനിക്കറിയാം. നമുക്കിതൊരു മാർക്ക് കിട്ടണേണ്. സെബി തുഹിർ കാന്ത പാണ്ഡെ. തുഹിർ കാന്ത പാണ്ഡെ. സെബിയുടെ ചെയർമാൻ ആരാണ്? തുഹിർ കാന്ത പാണ്ഡെ. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ചെയർമാൻ പഠിച്ചോളാം കേട്ടോ. പ്രവീൺ കുമാർ ശ്രീവാസ്തവ. ആരാണ്? പ്രവീൺ കുമാർ ശ്രീവാസ്തവ. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നത് കഴിഞ്ഞ 10ാം ക്ലാസ്സിന്റെ പുസ്തകത്തിൽ ഈ വർഷം ഉണ്ടായിരുന്നു. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ രൂപം കൊണ്ടത് 1964 കേട്ടോ. 1964. ഇനി ആ പുസ്തകത്തിൽ തന്നെ കിടന്നു വരാം. സെയിൽസ് ടാക്സ് ഓഫീസർ ഏത് സർവീസിലാണ് വിടുന്നത്? സംസ്ഥാന സർവീസിലാണ് കേട്ടോ. സംസ്ഥാന സർവീസിൽ വരുന്ന ഒന്നാണ് സെയിൽസ് ടാക്സ് ഓഫീസർ അല്ലെ. കേരളത്തിലെ ഇപ്പോഴത്തെ വിജിലൻസ് ഡയറക്ടർ, വിജിലൻസിന്റെ കേരളത്തിലെ ഇപ്പോഴത്തെ ഡയറക്ടർ മനോജ് എബ്രഹാം. നമ്മൾ കേട്ട പേരാണ് അല്ലെ, മനോജ് എബ്രഹാം. അപ്പൊ UGCയുടെ ചെയർമാൻ വിനീത് ജോഷി. സെബിയുടെ ചെയർമാൻ തുഹിർ കാന്ത പാണ്ഡെ. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ചെയർമാൻ പ്രവീൺ കുമാർ ശ്രീവാസ്തവ. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നത് 1964 അല്ലെ. സെയിൽസ് ടാക്സ് ഓഫീസർ ഏത് സർവീസിൽ വരും? സംസ്ഥാന സർവീസ് അല്ലെ. അപ്പൊ കേരളത്തിലെ ഇപ്പോഴത്തെ വിജിലൻസിന്റെ ഡയറക്ടർ മനോജ് എബ്രഹാം IPS ആണ്. ഓക്കെ. നീതി ആയോഗിന്റെ ചെയർമാൻ പ്രധാനമന്ത്രി ആയിരിക്കും അറിയാം. വൈസ് ചെയർമാൻ സുമൻ ബെറി. വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബെറി അല്ലെ. ഈ സുമൻ ബെറിക്ക് വേറൊരു ചാർജ് കൂടെ ഉണ്ട്, മറന്നുപോലെ. എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ടു പ്രൈം മിനിസ്റ്റർ, EAC ടു PM എന്ന് പറയും കേട്ടോ. എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ടു പ്രധാനമന്ത്രി. സാമ്പത്തിക ഉപദേഷ്ടാവെന്നൊക്കെ പറയില്ലേ. എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ടു പ്രൈം മിനിസ്റ്റർ. ആരുടെ? പ്രധാനമന്ത്രിയുടെ. ആരാണ്? സുമൻ ബെറി. വേറെ ഏത് ചാർജ് ഉണ്ട്? നീതി ആയോഗിന്റെ വൈസ് ചെയർമാനുമാണ് അല്ലെ. ഇനി നീതി ആയോഗിന്റെ CEO BVR സുബ്രഹ്മണ്യം. ഇനി അടുത്തത് അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ അജിത് കുമാർ മൊഹന്തിയാണ് അല്ലെ. അറ്റോമിക് എനർജി കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അജിത് കുമാർ മൊഹന്തി. ISRO ചെയർമാൻ അറിയാലോ, V നാരായണ. എത്രാമത്തെയാണ്? 11. അതും അറിയാം. അപ്പൊ 10ാമത്തെ ആരാണ്? തൊട്ട് മുമ്പുള്ള S സോമനാഥ് അല്ലെ. ISRO സ്ഥാപിതമായത് 1969 ഓഗസ്റ്റ് 15. ആദ്യ ചെയർമാൻ ആരായിരുന്നു? വിക്രം ചെയർമാനായ ആദ്യ മലയാളി MGK മേനോൻ. ചെയർമാനായ ആദ്യ മലയാളി MGK മേനോൻ. അടുത്ത് ഇമ്പോർട്ടന്റ് ശ്രദ്ധിച്ചോ. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ അല്ലെ. ആദ്യത്തെ ആരാ? ആദ്യത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. ആദ്യത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയോഗിച്ചത് KC നിയോഗി. ആദ്യത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയോഗിച്ചത് KC നിയോഗി അല്ലേ. 16ാമത്തെ ആരാണ്? അരവിന്ദ്. അപ്പൊ 15ാമത്തെയും പഠിക്കണം കേട്ടോ. NK സിംഗ് ആണ്. NK സിംഗ് അല്ലേ. ഇവരെ ഈ കമ്മീഷൻ ഒരു കമ്മീഷനായിട്ടാണ് നിയമിക്കുന്നത്. ഇവിടെ കാലാവധി 5 വർഷമാണ്. കാലാവധി എത്രയാണ്? 5 വർഷമാണ്. അംഗങ്ങൾ 5 പേരാണ്. ആകെ അംഗങ്ങൾ എത്രയാണ്? 5 പേര്. ക്ലിയർ ആണോ? ഇവരെ 5 പേരായിട്ടാണ് നിയമിക്കുന്നത് കമ്മീഷൻ കേട്ടോ. നമ്മളിപ്പോൾ അരവിന്ദ് പനഗരിയ നേതൃത്വത്തിൽ അടുത്ത വർഷം മുതലാണ് 2026 മുതൽ 5 വർഷത്തേക്കാണ് നിയമിച്ചിരിക്കുന്നത്.
ശരി. അടുത്ത കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ. കേരള സംസ്ഥാന ധനകാര്യ കെ എൻ ഹരിലാൽ. ഇവിടുത്തെ ഏഴാമത്തെയാണ് കേട്ടോ, 7. കെ എൻ ഹരിലാൽ. കെ എൻ ഹരിലാൽ. ആദ്യത്തത് PM എബ്രഹാമാണ്. ചോദിച്ച് കൺഫ്യൂഷൻപ്പെടുത്തില്ല. ആദ്യത്തത് PM എബ്രഹാം. ഇനി നമ്മൾ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അല്ലേ? ഭരണഘടന ആർട്ടിക്കിൾ ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 280 280. അപ്പൊ സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഐ. നേരത്തെ പറഞ്ഞു അല്ലേ? 243 ഐ. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ കടമെടുപ്പിനെ കുറിച്ചൊക്കെ എപ്പോഴും പത്രത്തിൽ വായിക്കണം അല്ലേ? കേന്ദ്ര സർക്കാരിൻ്റെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 292. കേന്ദ്ര സർക്കാരിൻ്റെ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിച്ചാൽ 292. തൊട്ടടുത്താണ് സംസ്ഥാന സർക്കാർ. 2 കേന്ദ്രത്തിന്റെ 292. തൊട്ടടുത്ത സംസ്ഥാനത്തിന്റെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് 293. മറക്കല്ലേ, നമ്മൾ കേരളക്കാരെന്ന നിലയിൽ ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കേണ്ട അല്ലേ? 293 സംസ്ഥാനത്തിന്റെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. അടുത്തൊരു ഇമ്പോർട്ടൻ്റ്, നിലവിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG 25ാമത്തെ ആളാണ്. 15ാമത്തെ വ്യക്തിയും 25ാമത്തെ ആളുമാണ് സഞ്ജയ് മൂർത്തി. നിലവിലെ CAG ആരാണ്? സഞ്ജയ് മൂർത്തി. 25ാമത്തെ CAG ആണ്, 15ാമത്തെ വ്യക്തിയുമാണ് അല്ലെ? ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സിന്റെ തലവൻ. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ എന്നൊക്കെ പറയുന്നതാണ് CAG. ഇന്ത്യക്ക് ഒരു CAG ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 148. ഇന്ത്യക്ക് ഒരു CAG ഉണ്ടായിരിക്കണമെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 148. CAGയുടെ കാലാവധി? CAGക്ക് കാലാവധി ഉണ്ട്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. അത് നമ്മൾ അടുത്ത് പറയും. അറ്റോർണി ജനറലിനാണ് കാലാവധി കേട്ടോ. CAGയുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഇനി ഒരു ചോദ്യം പറയാം. ഈ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഉൾപ്പെട്ടാണ് CAG. നമ്മൾ നേരത്തെ പറഞ്ഞ ധനകാര്യ കമ്മീഷൻ. ഈ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ CAGക്കാണ് ഏറ്റവും പ്രാധാന്യം ഉള്ളതെന്ന് അഭിപ്രായപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു അംബേദ്കറാണ് അവകാശപ്പെട്ടത്. ഏതാണ്? ഭരണഘടനാ സ്ഥാപനങ്ങളിൽ CAGക്കാണ് ഏറ്റവും പ്രാധാന്യം ഉള്ളതെന്ന് പറഞ്ഞത് അംബേദ്കർ. ഓക്കെ, ഇനി അടുത്ത അറ്റോർണി ജനറലിലോട്ട് പോവാം. നിലവിലെ അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി. ആരാണ്? R വെങ്കിട്ടരമണി. ആദ്യത്തെ അറ്റോർണി ജനറൽ MC സെതൽവാദാണ് ആദ്യത്തെ അറ്റോർണി ജനറൽ. ഈ അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 76. ഇപ്പൊ CAGയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 148. അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്നത് ഈ അറ്റോർണി ജനറൽ എന്ന് പറയുന്ന എന്താ? ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമ ഉപദേശകനാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമ ഉപദേശകൻ. ഏത് കോടതിയിലും ഏത് സ്ഥലത്തും ധൈര്യമായി കയറി ചെന്ന് അഭിപ്രായം പറയാൻ കഴിയുന്ന ഒരാളാണ് ആര്? അറ്റോർണി ജനറൽ. ആരാണ്? അറ്റോർണി ജനറൽ. ആർട്ടിക്കിൾ ഏതാണ്? 76. ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞു ആര്? അറ്റോർണി ജനറൽ. കാലാവധി ഇല്ല. അറ്റോർണി ജനറലിന് കാലാവധി ഇല്ല. പ്രസിഡന്റിന് ഇഷ്ടമുള്ളിടത്തോളം കാലം എന്ത് ചെയ്യാം? സർവീസ് തുടരാം. ഇനി സംസ്ഥാന ഗവൺമെന്റിലോട്ട് പോവാം. സംസ്ഥാന ഗവൺമെന്റിന്റെ നിയമ ഉപദേശകൻ. അവിടെ അറ്റോർണി ജനറൽ ആകുമ്പോൾ ഇവിടെ ആരായിരിക്കും? അഡ്വക്കേറ്റ് ജനറൽ. ഈ അറ്റോർണി ജനറലിന്റെ കീഴിൽ വരുന്ന അറ്റോർണി ജനറലിന് എല്ലാം ചെയ്യാൻ പറ്റൂല. അവരെ സഹായിക്കാനാണ് ആര് വരുന്ന? സോളിസിറ്റർ ജനറൽ. അത് ഭരണഘടനയല്ല, ഭരണഘടന പറയുന്നില്ല കേട്ടോ. അത് പ്രത്യേകം ആഡ് ചെയ്ത പിന്നീട് ആഡ് ചെയ്തതാണ്. അപ്പോൾ അത് വിടുക. അറ്റോർണി ജനറലിനെ പറഞ്ഞു അത് ദേശീയ തലത്തിൽ അല്ലെ? സംസ്ഥാന തലത്തിൽ വരുമ്പോൾ അഡ്വക്കേറ്റ് ജനറൽ. അഡ്വക്കേറ്റ് ജനറലിനെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ 165. നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ വിഷമിക്കണ്ട, K ഗോപാലക്കുറുപ്പ്. ആരാണ്? K ഗോപാലക്കുറുപ്പ്. നിലവിലെ അഡ്വക്കേറ്റ് ജനറലാണ് K ഗോപാലക്കുറുപ്പ്. ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറലായ ആദ്യ വ്യക്തി KV സൂര്യനാരായണ അയ്യർ. ആരാണ്? KV സൂര്യനാരായണ അയ്യർ.
തെറ്റിപ്പോലെ ഒന്നുകൂടെ ചോദിക്കാം. നിലവിലെ അറ്റോർണി ജനറൽ വെങ്കിട്ടരമണി. ആർ വെങ്കിട്ട രമണി. ആദ്യത്തെ അറ്റോർണി ജനറൽ MC സെതൽവാദ്. പറഞ്ഞില്ലേ? MC സെതൽവാദ്. ഏത് ആർട്ടിക്കിളിലെ അറ്റോർണി ജനറലിനെ കുറിച്ച്? 76. കാലാവധി ഇല്ല. സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ നിയമ ഉപദേശകനാണ് അഡ്വക്കേറ്റ് ജനറൽ. ആർട്ടിക്കിൾ 165. നിലവിലാരാ? കെ ഗോപാലക്കുറുപ്പ്. ആദ്യത്തെ ആരായിരുന്നു? KV സൂര്യനാരായണ അയ്യർ. ഓക്കേണാ? ഇനി 3 കമ്മീഷനോടെ ഉണ്ട്. അതായത് പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, പിന്നോക്ക വിഭാഗ കമ്മീഷൻ. ഇത് 3 ഒരുമിച്ച് പഠിക്കുക. കാരണം അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. പട്ടികജാതി, പട്ടികവർഗം, പിന്നോക്ക വിഭാഗ കമ്മീഷൻ കാലാവധി എത്രയാണ്? 3 വർഷം. അംഗങ്ങൾ 5 പേരാണ്. അംഗങ്ങൾ എത്രയാണ്? 5 പേര്. ഇത് ഓരോന്നും പഠിക്കണ്ടല്ലോ. അപ്പോൾ ഇനി ആദ്യം പട്ടികജാതി കമ്മീഷനിലോട്ട് വരാം. പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ മക്കോന, കിഷോർ മക്കോന. പട്ടികജാതി കമ്മീഷന്റെ ചെയർമാനാണ് കിഷോർ മക്കോന. ആദ്യ ചെയർപേഴ്സൺ സൂരജ് ബാൻ. ഈ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 338. അപ്പൊ പട്ടികവർഗം 338A. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ 338B. ക്ലിയർ ആണല്ലോ? 338, 338A, 338B. ഇത് തിരിഞ്ഞു പോകും. നമ്മൾ എപ്പോഴും പറയുന്ന ആദ്യം പട്ടികജാതിയാണ് അല്ലെ? പട്ടികജാതി, പട്ടികവർഗം. അപ്പൊ അത് തിരിയാൻ സാധ്യത ഇല്ല. ഈ പട്ടികജാതി കമ്മീഷന്റെ ആസ്ഥാനം ലോക് നായക് ഭവനാണ്, ന്യൂഡൽഹി. ഇനി ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ ചോദിച്ച ഉത്തരം തെറ്റിപ്പോകും, അതുകൊണ്ട് സൂചിപ്പിക്കുക. ആംഗ്ലോ ഇന്ത്യൻ വിഭാഗങ്ങളുടെ പരിരക്ഷ ഉറപ്പാക്കുന്നതിന് പ്രസിഡന്റിന് റിപ്പോർട്ട് നൽകുന്നതാരെന്ന് വെച്ചാൽ, ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളുടെ പരിരക്ഷ ഉറപ്പാക്കുന്നതിന് പ്രസിഡന്റിന് റിപ്പോർട്ട് നൽകുന്ന ദേശീയ പട്ടികജാതി കമ്മീഷനാണ്. തിരിഞ്ഞല്ലോ കേട്ടോ? പട്ടികജാതി കമ്മീഷനാണ്. ഇനി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാ? ചെയർപേഴ്സൺ ആണ്. അതിന് ആര്യയുടെ പേരായോണ്ട് ആര്യ. അന്തർ സിംഗ് ആര്യ. ആരാണ്? അന്തർ സിംഗ് ആര്യ. ആദ്യത്തെ ആളാരായിരുന്നു? കൻവർ സിംഗ് ആണ് അല്ലേ? കമ്മീഷന്റെ കാലാവധി അറിയാം, അംഗങ്ങളെ അറിയാം. കമ്മീഷൻ നിലവിൽ വന്നത് ആദ്യം പട്ടികജാതിയും പട്ടികവർഗ കമ്മീഷനും ഒരുമിച്ചായിരുന്നു അല്ലേ? പിന്നീട് 2003 89ാമത്തെ ഭേദഗതി പ്രകാരം പട്ടികജാതിയായി പട്ടികവർഗമായി. 2004 ഫെബ്രുവരി 19 എന്തായി? പട്ടികജാതി കമ്മീഷനുമായി പട്ടികവർഗ കമ്മീഷനുമായി. ഡേറ്റ് മറക്കല്ലേ? 2004 ഫെബ്രുവരി 19. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ഏത് ഭേദഗതി? 2003 89ാമത് ഭേദഗതി. 2003 89ാമത് ഭേദഗതി. ക്ലിയർ ആണ്? ശരി. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഹാൻസ് രാജ് ഗംഗാറാം ആഹിർ. ഹാൻസ് എന്ന് പറയുമ്പോ അറിയാല്ലേ? ഹാൻസ് അല്ലേ? പിന്നോക്കം നിന്ന് നമ്മള് കൂട്ടത്തിലൊക്കെ നിന്ന് ഹാൻസ് വയ്ക്കുവാരുങ്ങൾ ഇല്ല. ഹാൻസ് വയ്ക്കാൻ നേരത്തെ പതുക്കെ വന്ന് പിന്നോട്ടിറങ്ങും അല്ലേ? അപ്പൊ പിന്നോക്ക വിഭാഗ കമ്മീഷനാണ് ഹാൻസ് രാജ് ഗംഗാറാം ആഹിർ. ചില നേരത്തെ നിങ്ങൾ അവിടെ പോയി ഹാൻസ് തപ്പിയാൽ കിട്ടൂല അല്ലേ? H എന്ന് കൊടുത്തേക്ക്, HR ഗംഗാറാം ആഹിർ കേട്ടോ. അതോടെ ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. ഹാൻസ് ഇല്ലല്ലോ എന്ന് പറഞ്ഞിരിക്കല്ലേ, H എന്ന് കൊടുത്തേക്കാം. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ രൂപം കൊണ്ടത് 93ലാണ്. അതൊരു സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം, സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് 93 എന്തുകൊണ്ട് വന്നത്? ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ. ആർട്ടിക്കിൾ പറ. 338B. അംഗങ്ങൾ, കാലാവധി 3. ഇവിടെ ശ്രദ്ധിച്ചോളാം. 2018 102ാം ഭേദഗതി പ്രകാരമാണ് 338B കൂട്ടിച്ചേർത്ത്. 338B കൂട്ടിച്ചേർത്ത് 2018 102ാം ഭേദഗതി പ്രകാരമാണ് 338B കൂട്ടിച്ചേർത്ത്. ഇനി 2 ക്വസ്റ്റ്യൻ ഇവിടെ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. ന്യൂനപക്ഷങ്ങൾ എപ്പോഴും ചെറ്റപ്പുരകളിലൊക്കെ ആയിരിക്കും താമസിക്കുന്നത് അല്ലേ? ഇക്ബാൽ സിംഗ് ലാൽപുര. ഇക്ബാൽ എന്ന് പറയുന്ന ഒരാൾ എന്തായാലും ന്യൂനപക്ഷം ആയിരിക്കൂലേ?
അങ്ങനെ ഇക്ബാൽ കോളേജ് അല്ലേ? ഇക്ബാൽ സിംഗ് ലാൽപുര ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാനാണ് ഇക്ബാൽ സിംഗ് ലാൽപുര. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അത് ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരാള് എ റഷീദാണ്. എ റഷീദ്. ക്ലിയർ ആണേ? അപ്പൊ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര. അപ്പൊ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ റഷീദ്. പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഓർത്തു നോക്കാം. നമുക്ക് ആദ്യം ഒന്ന് തെറ്റ് പറഞ്ഞില്ലേ നമ്മള്? സുപ്രീം കോടതി നിലവിലോ എന്നാ? സുപ്രീം കോടതി ജനുവരി 28. ഇനി തെറ്റൂലല്ലോ. ഇലക്ഷൻ കമ്മീഷൻ 1950 ജനുവരി 25. 1950 ജനുവരി 25. ഇനി നോക്കാം. നമ്മൾ ആദ്യം മുതൽ ഒന്ന് റിവിഷൻ ആയിട്ട്. തെറ്റല്ലേ കേട്ടോ, കറക്റ്റ് പറയണം. ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷൻ വിജയ് കിഷോർ റെഹത്കർ. കാലാവധിയാണ് നമുക്ക് തെറ്റണം. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. മൊത്തം അംഗങ്ങൾ 6 പേര്. 6 പ്ലസ് മെമ്പർ സെക്രട്ടറി. ഇതിന് സംസ്ഥാനത്തിലോട്ട് കേരളത്തിലോട്ട് പോവാ. കേരളത്തിന്റെ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ പി സതീദേവിയാണ്. പി സതീദേവി. കാലാവധി അവിടെ 3 വർഷം അല്ലെങ്കിൽ 65 കൊടുത്തു. ഇവിടെ നമ്മൾ ഒരു പരിഗണന കൊടുത്തു. അപ്പൊ എത്രയായി? 5 വർഷം 67 വയസ്സായിട്ട്. ഇവിടുത്തെ അംഗങ്ങൾ അത്രയും പേര് വേണ്ടല്ലോ. എത്രയാ? 5 പേര് പ്ലസ് മെമ്പർ സെക്രട്ടറി ഉണ്ട്. ഇനി മനുഷ്യാവകാശ കമ്മീഷനാണ് പറയണത്. തെറ്റിക്കല് കേട്ടോ. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് അല്ലെ? സംസ്ഥാനത്തിലോട്ട് വരുമ്പോഴും എത്രയാണ്? 3 വർഷവും 70 വയസ്സും അല്ലേ? അടുത്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ 6 6ഉം 5ഉം 1 6 പേര്. എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ 7. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ 3 പേര്. 2+1. ഓക്കെ. അടുത്ത ദേശീയ വിവരാവകാശ കമ്മീഷൻ. ഓക്കെ. അംഗങ്ങൾ ഒരു മുഖ്യയാളും 10ൽ കവിയാത്ത അംഗങ്ങളും അല്ലെ? ദേശീയ വിവരാവകാശ കമ്മീഷൻ അധ്യക്ഷൻ നിലവില് വിവരാവകാശം ഹീരാലാൽ സമരിയ. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ വി ഹരി നായർ. അവിടുത്തെ അംഗങ്ങൾ 10ൽ കവിയാത്ത അംഗങ്ങൾ. ദേശീയ വിവരാവകാശ കമ്മീഷണർ കാലാവധി ദേശീയം 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. 3 അല്ലെങ്കിൽ 65 വയസ്സ്. സംസ്ഥാനങ്ങളിലോട്ട് വരുമ്പോഴും എന്താണ്? 3 65. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി ആണ് അല്ലെ? കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ കാലാവധി ഇല്ല. ഉണ്ട്. അവര് സർവീസിലുള്ളവരാണ്. 5 വർഷം ഇരുത്താൻ പറ്റും. 65. അത് ഹൈക്കോടതിയിലോട്ട് വരുമ്പോ 62. സുപ്രീം കോടതി നോക്കുമ്പോ സർക്കാർ സർവീസിലുള്ള ആളെന്ന് ഓർമ്മ വരണം. അപ്പൊ നിങ്ങൾ ഈ 5 വർഷത്തിൽ കിടന്ന് എന്ത് ചെയ്യില്ല? തപ്പൂല. അടുത്ത ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. എത്രാമത്തെ വ്യക്തി? 6. അപ്പൊ 25ാമത്തെ വ്യക്തിയും പറയണം. ശക്തികാന്ത ദാസ് അല്ലെ? നബാർഡിന്റെ ചെയർമാൻ ഇതാണ്. കോഡ് പറഞ്ഞാൽ മറക്കൂല അല്ലേ? ഓക്കെ. നബാർഡിന്റെ ചെയർമാൻ സുപ്രീം കോടതിയുടെ പുതിയ പതാകയുടെ നിറം നീല അല്ലേ? റൗണ്ടിനകത്തൊരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. യഥോ ധർമ്മ സതോ ജയ. നീതി ഉള്ളിടത്ത് വിജയമുണ്ട്. സുപ്രീം കോടതിയെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 124. ഓക്കെ. അടുത്ത് ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് അല്ലെ? 2 ഇലക്ഷൻ കമ്മീഷണർമാരുണ്ടല്ലോ. സുഖ്വീർ സിംഗ് സന്ധു, വിവേക് ജോഷി ഉണ്ട് അല്ലെ? ഇപ്പോഴത്തെ കേരളത്തിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാൻ. ഇലക്ഷൻ കമ്മീഷനെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ അല്ല ദേശീയ 324. കേരളത്തിൽ വരുമ്പോ 243 കെ.
പോളിംഗ് ബൂത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന കേരള ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ല കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഓക്കെ. ഇപ്പോഴത്തെ PSC ചെയർമാൻ അറിയാലോ, UPSC ചെയർമാൻ അജയ് കുമാർ, SSCയുടെ ചെയർമാൻ S ഗോപാലകൃഷ്ണ അല്ലേ. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരു പബ്ലിക് സർവീസ് കമ്മീഷണർ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞത് 315-1. UPSC അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഇപ്പൊ UPSC അംഗങ്ങളുടെ കാലാവധി 6 വർഷം 65 വയസ്സ്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. UGC ചെയർമാൻ വിനീത് ജോഷി. സെബിയുടെ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെ. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ചെയർമാൻ പ്രവീൺ കുമാർ ശ്രീവാസ്തവ. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നത് 1964. സംസ്ഥാന സർവീസിലുള്ളതാണ് സെയിൽസ് ടാക്സ് ഓഫീസർ. കേരളത്തിലെ ഇപ്പോഴത്തെ വിജിലൻസിന്റെ ഡയറക്ടർ മനോജ് എബ്രഹാം. നീതി ആയോഗ് ചെയർമാൻ വൈസ് ചെയർമാൻ ആണെങ്കിൽ സുമൻ ബെറി. ഏത് ഒരു ചാർജ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു, എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ടു പ്രൈം മിനിസ്റ്റർ. നീതി ആയോഗിന്റെ CEO BVR സുബ്രഹ്മണ്യൻ. അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ അജിത് കുമാർ മൊഹന്തി. ISRO ചെയർമാൻ നാരായണൻ. ഇനി ഇമ്പോർട്ടന്റ് ആണ്, ഇതാണ് ഇനി ചോദിക്കാൻ പോണം. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പന. 15ാമത്തെ എംകെ സിംഗ് അല്ലെ. ആദ്യത്തെ ആരാ? KC നിയോഗി. ധനകാര്യ കമ്മീഷന്റെ ആർട്ടിക്കിൾ 280. ധനകാര്യ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട്? 5 അംഗങ്ങളുണ്ട്. കേരള ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ഹരിലാലാണ് കേട്ടോ. KN ഹരിലാൽ. ആദ്യത്തെ ആള് PM എബ്രഹാം. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 243 ഇനി നമ്മളെ സംസ്ഥാന കടമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 293. കേന്ദ്രം കടമെടുക്കുന്നത് 292. നിലവിലെ CAG സഞ്ജയ് മൂർത്തി. എത്രാമത്തെ? 25ാമത്തെ. കാലാവധി 65. ഓക്കെ. ഭരണഘടനാ സ്ഥാപനങ്ങൾ CAGക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉള്ളതെന്ന് പറഞ്ഞ ആര് പറഞ്ഞു? BR അംബേദ്കർ. നിലവിലെ അറ്റോർണി ജനറൽ R വെങ്കിട്ടരാമൻ. ആർട്ടിക്കിൾ 76. ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥർ. കാലാവധി ഉണ്ടാ? കാലാവധി പറയുന്നില്ല അല്ലെ. സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ നിയമ ഉപദേശകൻ അഡ്വക്കേറ്റ് ജനറൽ. ആർട്ടിക്കിൾ 165. നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ഗോപാലക്കുറുപ്പ്. ഗോപാലക്കുറുപ്പ്. ആദ്യത്തത് KV സൂര്യനാരായണ അയ്യർ. ദേശീയ പട്ടികജാതി കമ്മീഷൻ മക്വാന. പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഹൻസ് രാജ് ഗംഗാർ. ഇതൊന്നും കേട്ടിട്ടൊന്നും ആരും അടിക്കാൻ വരണ്ട അല്ലേ. നമ്മൾ പഠിക്കാൻ ഓർമ്മ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. ഇതിനേക്കാളും കോഡ് പറയാൻ പറ്റും, പിന്നെ തെറിവിളികൾ കേൾക്കും എന്നുള്ളതുകൊണ്ടാണ് പറയാത്തത് അല്ലേ. അത് നമുക്ക് കമ്പയർ സ്റ്റഡിയിൽ അല്ലാതെ പറയാം. അപ്പം വെളിയിൽ പോകാത്തതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഇനി ആർട്ടിക്കിൾ ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 338. പട്ടികവർഗത്തെ പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് 338. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ റഷീദ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. നമുക്ക് ഒന്നുകൂടെയൊക്കെ വായിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇതിൽ നിന്ന് എല്ലാം കിട്ടും. കിട്ടും കിട്ടണം അല്ലേ. ശരി, അപ്പം വേറൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം.